ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. തമ്പനയിൽ കണ്ടു കാണും, വീണ്ടും ഒരു LDC. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ LDCയുടെ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ അവസാനിക്കും. അപ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനുള്ള പരിശ്രമത്തിലാണ് PSC. ഏകദേശം എല്ലാ ജില്ലകളിലും മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങി. പ്രൊഫൈൽ മെസ്സേജ്, അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളുടെ പ്രൊഫൈലിലേക്ക് മെസ്സേജൊക്കെ വന്നു തുടങ്ങി, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അതിനെല്ലാം ശേഷം വലിയ കാലതാമസമില്ലാതെ റാങ്ക് ലിസ്റ്റും വരും. നമ്മളപ്പോൾ വീണ്ടും ഒരു LDCയിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു പഠനം ആരംഭിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിരിക്കും. ഇതൊരു വൻ വിജയത്തിനുള്ള തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഷോർട്ട് ലിസ്റ്റിൽ മെസ്സേജ് വന്നിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അത്യാവശ്യം ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ ഒരുപാട് വർഷത്തെ ദീർഘനാളത്തെ കഷ്ടപ്പാടുകളുണ്ടാവാം. സാധാരണ നിലയിൽ പലരും പറയും 6 മാസം കൊണ്ട് LDC കിട്ടി, 8 മാസം കൊണ്ട് LDC കിട്ടി. ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാം. അങ്ങനെയൊക്കെ കിട്ടിയവരുണ്ടാകാം, പക്ഷേ അത് വളരെ റെയറായിരിക്കും. അതായത് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്ക് നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന, പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികൾക്ക് 6 മാസം 7 മാസം കൊണ്ടൊക്കെ LDC കിട്ടിക്കാണും. ബാക്കി സാധാരണപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പരിശ്രമം കൊണ്ട് LDC നേടിയെടുത്തവരായിരിക്കും. അതിനാൽ LDC എന്ന സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക. അടുത്ത 3 വർഷം പഠനത്തിനായി മാറ്റിവെക്കുക. കുറേശ്ശെ പഠിച്ചാൽ മതി, കൂടുതൽ ബോറിംഗ് ഇല്ലാതെ കുറേശ്ശെ കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള അളവിൽ പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മളിൽ പലരും പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ റീസണും ഇതാണ്. പരീക്ഷ വരുമ്പോൾ നമ്മൾ പഠിക്കും, കുറച്ചൊക്കെ ഉറക്കം നിന്നൊക്കെ തന്നെ പഠിക്കും, പക്ഷേ ലിസ്റ്റിൽ നമ്മൾ കാണില്ല. അപ്പോഴേക്കും നമ്മൾ PSCയെ കുറ്റം പറയും, PSC ഉപേക്ഷിക്കും. 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എഴുതാനൊരാഗ്രഹം. ഇങ്ങനെ പഠിച്ചാൽ 36 വയസ്സായാലും നമുക്ക് ജോലിയിൽ കയറാൻ സാധ്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 3 വർഷം ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് LDC കിട്ടും. അത് 100% ഉറപ്പാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ PSC എഴുതി തുടങ്ങിയ ഒരാളാണ് ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു, സ്കൂളിലുമൊക്കെ ടോപ്പായിരുന്നു, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു. പക്ഷേ 18 വയസ്സിൽ എഴുതി തുടങ്ങിയ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത് 24-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ നീണ്ട നാളത്തെ കഠിനമായ പരിശ്രമം എല്ലാ ജോലിക്കും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രസക്തമായ ചോദ്യങ്ങൾ, SCERT ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ, അവയുടെ കണക്റ്റിംഗ് ഫാക്ട്സ്, ഇതാണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് ഇത് 3-ാമത്തെ ക്ലാസ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നത് ഏതൊക്കെ ഉൾപ്പെടുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അന്യായമായ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 6 അവകാശങ്ങളുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കായിട്ടുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. ആർട്ടിക്കിൾ 22 ചില കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം. അടുത്ത ചോദ്യം, രാജ്യാന്തര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയിൽ ഏത് ഭാഗമാണ് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. രാജ്യാന്തര സമാധാനവും
സുരക്ഷിതത്വവും. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 48A. നീതിന്യായ വ്യവസ്ഥയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 50. അതായത് കാര്യനിർവഹണവും നീതിന്യായവും വേർതിരിക്കുന്ന വകുപ്പ് അനുച്ഛേദം 50. മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം 51A. ഇത് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അനുച്ഛേദം 51A മൗലിക കടമകൾ. രാജ്യാന്തര സമാധാനം, സുരക്ഷിതത്വം. അനുച്ഛേദം 51 പ്രതിപാദിക്കുന്ന ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഏത് കോടതിയുടെ അധികാരപരിധിയിൽ വരും? സുപ്രീം കോടതി. സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടാകുന്ന കേസുകൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമാകുന്ന കേസുകൾ, സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നും അപ്പീൽ വരുന്ന കേസുകൾ. 4 വകുപ്പ് മനസ്സിലായി കാണും. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതല? പ്രധാനമന്ത്രിയുടെ നിയമനം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനം, ഇതെല്ലാം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകളാണ്. മറ്റു ചുമതലകൾ കൂടി ഓർത്തിരിക്കുക. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. എല്ലാം ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ സിമ്പിളായിരുന്നു. ഇന്ന് 3ാമത്തെ ദിവസത്തിലേക്കൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി പ്രയാസമുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഓരോന്നും മനസ്സിലാക്കി പോവുക. ഇന്ത്യയുടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അത് നമ്മളിപ്പോൾ പറഞ്ഞു. മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം 1774. അവിടെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് തെറ്റ്. ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായത് കൽക്കട്ട. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ. 124 മുതൽ 147 വരെ. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി തിലക് മർഗിലാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-001. സുപ്രീം കോടതിയുടെ മുദ്രാവാക്യം യഥോ ധർമ്മസ്തഥോ ജയം. ഇവയിൽ ഇന്ത്യയിലെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽപ്പെടുന്നത് ആര്? സ്ഥിരം കാര്യനിർവഹണം ഉദ്യോഗസ്ഥർ. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെടുന്നവരായതുകൊണ്ട് അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിൽ 2 തരത്തിലുള്ള കാര്യനിർവഹണമുണ്ട്: കേന്ദ്ര കാര്യനിർവഹണവും സംസ്ഥാന കാര്യനിർവഹണവും. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കാനും നടപ്പാക്കാനും രൂപം നൽകിയിരിക്കുന്ന ആൾക്കാരാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഇവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ അഥവാ ഉപരിമണ്ഡലം. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പ്രഭുസഭയ്ക്ക് സമാനമാണ് ഇന്ത്യയിലെ രാജ്യസഭ. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്.
കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാ അംഗങ്ങളുണ്ട്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങൾ ആരൊക്കെ? ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇവർ ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടാത്തത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടുക്കത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ഉൾപ്പെടത്തുള്ളൂ. ലോക്സഭയിൽ 2 നോമിനേറ്റഡ് അംഗങ്ങളും രാജ്യസഭയിൽ 12 നോമിനേറ്റഡ് അംഗങ്ങളുമുണ്ട്. അവർ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടില്ല. സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഉൾപ്പെടൂ. നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടില്ല. ത്രിസഭാ നിയമനിർമ്മാണ സഭകളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ ഉൾപ്പെടത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണെങ്കിലും അവർ ഉൾപ്പെടത്തില്ല. ഡൽഹി, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടില്ല. ഓർത്തോളുക, ആരൊക്കെ ഉൾപ്പെടും, ആരൊക്കെ ഉൾപ്പെടത്തില്ല. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ജില്ലാ കോടതിയുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം നിർവഹിക്കുന്നത് ഹൈക്കോടതിയാണ്. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്ന് അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നു. ഇന്ത്യയിൽ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടാകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് 214. അടുത്ത ചോദ്യം, ലോക അദാലത്ത് എന്നാൽ എന്ത്? അതൊരു നിയമപരമായ സ്ഥാപനമാണ്. 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരം ലോക അദാലത്തുകൾക്ക് നിയമപരമായ പദവി ലഭിച്ചു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കാൻ ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളതിൽ പ്രധാനപ്പെട്ടതാണ് ലോക അദാലത്ത്. ലോക് അദാലത്ത് എന്നീ ഹിന്ദി വാക്കുകളുടെ അർത്ഥമാണ് ജനങ്ങളുടെ കോടതി. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക, ഇതാണ് ലോക അദാലത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ പഠിച്ചു. അടുത്തത് പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ പെട്ട കാര്യങ്ങൾ പഠിക്കാം. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു. മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളുടെ എല്ലാം ചുമതല അദ്ദേഹമാണ് വഹിക്കുന്നത്. തെറ്റായിട്ടുള്ളത് പ്രസ്താവന D ആണ്. ദേശീയ വികസന കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനമല്ല, ചെയർമാൻ സ്ഥാനമാണ് പ്രധാനമന്ത്രി വഹിക്കുന്നത്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് രാഷ്ട്രപതിയുടെ ചുമതലയിൽ നമ്മൾ പഠിച്ചു. പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും രാഷ്ട്രപതിയാണ്. ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാം. പാർലമെൻറ്റിൽ ഇരുസഭകളിലും അംഗമല്ലാത്ത വ്യക്തിയെയും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാം. എന്നാൽ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയിൽ അംഗമാകണം. പ്രധാനമന്ത്രി നിയമിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 75. അദ്ദേഹത്തിൻ്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര്? ഉപരാഷ്ട്രപതി. അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണെങ്കിലും കുറച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ 1-2 തവണ ആവശ്യക്കാർ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഈ ഭരണഘടനയുടെ പോർഷൻ നാളെ കൊണ്ട് അവസാനിക്കും. ഇത് തീർന്നു കഴിയുമ്പോൾ
അടുത്ത പോർഷൻ. ഈ രീതിയിൽ എല്ലാ തൊഴിൽ വീതിയിലും, അതായത് എല്ലാ ആഴ്ചയും ഇതുപോലത്തെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസിൻ്റെ പങ്ക്തി പ്രശസ്തനായ സുജേഷ് സാറ് പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം. കാരണം മറ്റൊന്നുമല്ല, കുറച്ചുകൂടി ഒരാൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും സമയമില്ലാത്തവർ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് തങ്ങി നിൽക്കും. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു വസ്തുത, തിരഞ്ഞെടുക്കപ്പെട്ട പോർഷനുകളാകുമ്പോൾ സിലബസിലെ പല 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 കണ്ടൻസ് ആകും. നിങ്ങൾക്ക് ബോറടിക്കാതെ കണ്ടിന്യൂ ചെയ്ത് കേൾക്കാം. അപ്പോൾ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. വിഷ് യു ആൾ ദി ബെസ്റ്റ്.